നമസ്കാരം. പ്രവാസ ജീവിതത്തിൻ്റെ കാഴ്ചകളുമായി ഗൾഫ് ഇൻസൈറ്റ് ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ പ്രവാസി വോട്ടവകാശത്തിൻ്റെ സാധ്യതകൾ തേടുകയാണ്. വിദേശ ഇന്ത്യക്കാർക്ക് വോട്ടവകാശം ലഭിച്ചാൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം പാടെ മാറും. സാമൂഹികമായ വലിയ മാറ്റങ്ങൾക്കും അത് കാരണമാകും. പക്ഷേ പ്രവാസി വോട്ടവകാശത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്നത് കേന്ദ്ര സർക്കാരിന് വലിയ തലവേദനയായിരിക്കും. ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളിയുടെ ഗൾഫ് കുടിയേറ്റത്തിന്റെ ആദ്യ 60 വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മാത്രമാണ് ഇന്ത്യൻ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രവാസി വോട്ടവകാശത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങിയത്. പ്രവാസി വോട്ടവകാശം ഇപ്പോഴും പൂർണ്ണ അർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ടില്ല എങ്കിലും വിദേശ ഇന്ത്യക്കാർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വിദേശ ഇന്ത്യക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന രാജ്യത്തിരുന്നു കൊണ്ട് വോട്ട് ചെയ്യാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ നിലപാടറിയിച്ചതോടെയാണ് പ്രവാസി ഇന്ത്യക്കാർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയത്. പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യക്ക് പുറത്ത് ഒരു വലിയ വോട്ട് ബാങ്ക് രൂപപ്പെടും. ഇന്ത്യക്കകത്ത് വിവിധ സ്വഭാവങ്ങളിൽ നിലനിൽക്കുന്ന വോട്ട് ബാങ്കിന്റെ അത്ര തന്നെ ശക്തിയുണ്ടാകും വിദേശ രാജ്യങ്ങളിലെ വോട്ട് ബാങ്കിന്. കാരണം പ്രവാസി വോട്ടവകാശം വന്നാൽ 2 കോടിയോളം ഇന്ത്യക്കാർ ഒരുമിച്ച് വോട്ട് രേഖപ്പെടുത്തും. കുത്തക മണ്ഡലങ്ങളുടെ സ്വഭാവം മാറും. ഓരോ തെരഞ്ഞെടുപ്പിലും നേരിയ ഭൂരിപക്ഷത്തിന് നിറം മാറുന്ന മണ്ഡലങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും കക്ഷികളുടെയോ മുന്നണികളുടെയോ കുത്തക സീറ്റായി മാറും. പ്രവാസി വോട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് സംബന്ധിച്ച് നീണ്ട പഠനങ്ങൾ തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ 5000-നും 10,000-നും ഇടയിൽ ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങളും പാർലമെൻറ്റ് മണ്ഡലങ്ങളും പോലും ഉണ്ട്. അവിടേക്ക് ഒരു ബൂത്തിൽ 10 വോട്ട് മാറിയാൽ ഈ വിധി മാറുന്ന ബൂത്തുകൾ ഒരുപാടുണ്ട്. അവിടേക്ക് ഒരു 40 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷത്തോളം വോട്ട് വരുമ്പോൾ കേരളത്തിലെ ഭരണം വരെ മാറ്റാൻ മാത്രം പര്യാപ്തമായ ഒരു ശക്തിയായി പ്രവാസി വോട്ട് ബാങ്ക് മാറും. ഗൾഫ് മേഖലയിലെ വോട്ടുകൾ തീർച്ചയായും മലബാറിലെ 5-6 ജില്ലകളെ നന്നായിട്ട് സ്വാധീനിക്കും. അതേസമയം ഗൾഫിലെ അത്ര തന്നെ വോട്ടുകൾ ചിലപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലുമായുണ്ട്. ആ വോട്ടുകൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും പ്രതിഫലിക്കും. തീർച്ചയായും നല്ലൊരു ബാലൻസിങ് വോട്ടായിട്ടായിരിക്കും ഇത് ഈ പ്രവാസികളുടെ വോട്ടവകാശം വരുമ്പോൾ പ്രവാസികളുടെ വോട്ട് വിനിയോഗിക്കാനാവുക. വിദേശ ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ പ്രവാസി വോട്ടവകാശത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗൾഫ് നാടുകളിലെ ഇന്ത്യക്കാർക്കാണ് പ്രവാസി വോട്ടവകാശം കൂടുതൽ ഗുണം ചെയ്യുക. കാരണം അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ ഇടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്ന കൂടുതൽ ഇന്ത്യക്കാർ ഉള്ളത് ഗൾഫ് നാടുകളിലാണ്. കൊടും ചൂടിൽ ജോലി ചെയ്ത അസുഖങ്ങളുമായാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും നാട്ടിലേക്ക് മടങ്ങുന്നത്. ആരോഗ്യ ഇൻഷുറൻസ്, പുനരധിവാസം, ക്ഷേമനിധി തുടങ്ങിയ പ്രവാസികളുടെ ആവശ്യങ്ങൾ കേട്ടിൽ നിന്നടിക്കാൻ ഇനി ഭരണകൂടങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ സാധിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വാർഷിക ബജറ്റിൽ പ്രവാസി ക്ഷേമത്തിന് കൂടുതൽ തുക വകയിരുത്തേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികൾ പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തി അവരുടെ നയം തന്നെ മാറ്റിയെഴുതേണ്ടി വരും. വിമാന കമ്പനികൾ നടത്തുന്ന ചൂഷണം, അതുപോലെ പെൻഷൻ, തിരിച്ചു പോകുന്ന പ്രവാസികളുടെ പുനരധിവാസം, അതുപോലെ അങ്ങനെ ഒരുപാട് മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളിലെ ഒരുപാട് പ്രയാസങ്ങൾ, ഇതെല്ലാം എത്രയോ കാലമായി നമുക്ക് 5-6 കേന്ദ്രമന്ത്രിമാർ ഉള്ളപ്പോൾ പോലും പറഞ്ഞിട്ടും പരിഹാരമില്ലാതെ ഇവിടെ മുമ്പ് കേട്ട കഥ എന്ന് വെച്ചാൽ ഇവിടെ ഭരണ നേതാക്കന്മാർ വരുമ്പോൾ നീ കൊടുക്കുന്ന നിവേദനങ്ങൾ ഇവിടെ തന്നെ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലിട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇനി ഏതായാലും രാഷ്ട്രീയക്കാർക്ക് അത് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ വോട്ട് ഇവരുടെ കയ്യിൽ ഒരു വോട്ടുണ്ട്. അവർ പ്രവാസികൾ എപ്പോഴും ഏത് പ്രവാസി നേതാക്കളോട് ചോദിച്ചാലും അവരാദ്യം പറയുന്നത് തങ്ങളുടെ ആവശ്യങ്ങളോട് അവഗണന പുലർത്തുന്നതിന് പ്രധാന കാരണം തങ്ങൾക്ക് വോട്ടില്ല എന്നുള്ളതാണ്. ഈ വോട്ട് വരുന്നതോടുകൂടി തീർച്ചയായും അതൊരു സമ്മർദ്ദ ശക്തിയായി മാറാൻ പറ്റും. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടി വരും. ചിലപ്പോൾ പ്രവാസികളിൽ നിന്ന് നല്ലൊരു ആളുകളെ തിരഞ്ഞെടുത്ത് സ്ഥാനാർത്ഥിത്വം വരെ കൊടുക്കാൻ
പല രാഷ്ട്രീയ കക്ഷികളും ബാധ്യസ്ഥരാകും അല്ലെങ്കിൽ നിർബന്ധിതരാകും. സജീവമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാത്ത വിദേശ ഇന്ത്യക്കാർ വോട്ട് രേഖപ്പെടുത്തുന്നതിലെ സാങ്കത്യം ചോദ്യം ചെയ്യപ്പെടണമെന്ന വാദവും ഉയരുന്നുണ്ട്. സാധാരണക്കാരായ പ്രവാസികളുടെ വോട്ട് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇമെയിൽ പോലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് അറിയാത്ത വിദേശ ഇന്ത്യക്കാരുടെ വോട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവാസി സംഘടനകൾ ഇടപെട്ട് സ്വന്തം പെട്ടിയിലാക്കുമെന്നത് ആശങ്കയുയർത്തുന്ന കാര്യമാണ്. സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഡോക്ടർ ഷംഷീർ വാലിൽ എന്ന മലയാളി വ്യവസായി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തതോടെയാണ് പ്രവാസി വോട്ടവകാശം സംബന്ധിച്ച ചർച്ചകൾ ഇന്ത്യയിൽ സജീവമായത്. പ്രവാസികൾ എന്തിനു വോട്ട് ചെയ്യണം, പ്രവാസി വോട്ടവകാശം ഇന്ത്യക്കകത്തും പുറത്തും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ഷംഷീർ വാലിൽ സംസാരിക്കുന്നു. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ ഡോക്ടർ ഷംഷീർ വാലിൽ എന്ന യുവ വ്യവസായിയെ പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി ആദരിച്ചു. പ്രവാസി വോട്ടവകാശത്തിനു വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടാണ് ഡോക്ടർ ഷംഷീർ വാലിൽ രാജ്യത്തോടും രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന 2 കോടിയോളം വരുന്ന ഇന്ത്യക്കാരോടും ഇതിനുള്ള നന്ദി അറിയിച്ചത്. പ്രവാസികൾക്ക് കേവലം വോട്ട് ചെയ്യുന്നതിനുള്ള അവസരമുണ്ടാക്കുക എന്നത് മാത്രമല്ല ഡോക്ടർ ഷംഷീറിന്റെ ലക്ഷ്യം. വിദേശ ഇന്ത്യക്കാരുടെ ശാക്തീകരണമാണ് ഈ വ്യവസായിയുടെ ലക്ഷ്യം. അതിന്റെ ആദ്യപടിയാണ് പ്രവാസി വോട്ടവകാശം. വോട്ടില്ലാത്തൊരു ജനത എന്നുള്ള ഒരു വിശേഷണം മാറി ഒരു വോട്ടിംഗ് പവർ വരുമ്പോൾ തന്നെ പല മാറ്റങ്ങളും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനിയിപ്പോൾ യാത്രാ പ്രശ്നങ്ങൾ, അതുമാതിരിയുള്ള ഈ റീപാട്രിയേഷൻ ഇഷ്യൂസ്, അതൊക്കെ ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ആവശ്യം വരും ഇനി. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ബെനിഫിറ്റ്സ് ലേബർ ക്ലാസ്സിനായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ പഴയ ഓർഡിനൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വോട്ട് ചെയ്യാനുള്ളൊരു ആവശ്യം വന്നപ്പോൾ അവർക്കൊന്നും ഒരു മെച്ചവും അതിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും ഏറ്റവും അധികം എംപവേർഡ് ആവുന്നത്. 1 വർഷം നീണ്ട പഠനങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ ഷംഷീർ വാലിൽ പ്രവാസികൾക്ക് വോട്ടവകാശം വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. വിദേശ രാജ്യങ്ങൾ പ്രവാസികളെ എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കുന്നു എന്നത് സംബന്ധിച്ച പഠന റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചു. അബുദാബിയിലെ കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള ബിസിനസിന്റെ തിരക്കുകൾ മാറ്റിവെച്ച മാസങ്ങളോളം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്തു. നയതന്ത്ര വിദഗ്ധരുമായി പലതവണ കൂടിക്കാഴ്ച നടത്തി. ഒരുപാട് സമയം ഡൽഹി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലോയേഴ്സായിട്ട് ഡിസ്കഷൻ നടത്തി. ഒരുപാട് ഈ എന്താ പറയുക സ്ട്രാറ്റജി ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരുപാട് സമയത്തിന് വേണ്ടി ചിലവഴിച്ചു. അപ്പോൾ ഒരു നല്ലൊരു കാര്യം എന്നുള്ള ഒരു രീതിയിൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ടുണ്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്തപ്പോൾ. കാരണം സാധാരണ എന്ത് ചെയ്യുമ്പോഴും ഇമ്മീഡിയറ്റ് എഫക്റ്റാണ് നമ്മൾക്ക് കിട്ടാറ്. അപ്പോൾ ഇത് ഒരു ചലഞ്ച് മാതിരിയായിരുന്നു ഏറ്റെടുത്തപ്പോൾ. നമ്മൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ഈ 4 ഓപ്ഷൻസ് ഒക്കെ നമ്മളെ ടീമാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് സുപ്രീം കോടതിക്ക് മുന്നേ നമ്മൾ ഇത് എന്താ പറയുക അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്, ഇതിൻ്റെ മാനുവൽസ്, ഇത് വേറെ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഈ പുറത്ത് വോട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഇതിൽ നടപ്പാക്കിയത്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ മാനുവൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവാസി വോട്ടവകാശം വന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വികസന പദ്ധതികളിൽ വിദേശ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താൻ നിർബന്ധിതരാകുമെന്നാണ് ഷംഷീർ വാലിന്റെ അഭിപ്രായം. ഒരു ജനാധിപത്യമായിട്ടുള്ളൊരു കണക്ട് ഇപ്പോഴാണ് ശരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം നമ്മൾ വോട്ട് ചെയ്യാണ്, നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഇരിക്കുമ്പോൾ നമുക്ക് പല ഡയറക്ഷൻസിലും എക്കണോമിക്കായാലും പൊളിറ്റിക്കലായാലും ഒക്കെ വ്യത്യാസം വരാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ക്യാമ്പയിൻ കാണുക എന്നല്ലാതെ വോട്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. പിന്നെ വാൾ സ്ട്രീറ്റ്, അതുമാതിരി തന്നെ ന്യൂയോർക്ക് ടൈംസ്, അവരൊക്കെ തന്നെയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. കാരണം അവർക്കൊക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം വരുമെന്ന് അവർക്കൊക്കെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, ഈ എക്കണോമിക്കലായിട്ടും ഉള്ള മാറ്റങ്ങളും എന്തായാലും വരും. ആദ്യം വോട്ട് എന്നുള്ള ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആവശ്യങ്ങളിലോട്ട് നമുക്ക് പിന്നെ കിടക്കാം.
ആദ്യം ഫസ്റ്റ് ഈ വോട്ടിംഗ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ റെപ്രസെൻറ്റേഷൻസ് അതെല്ലാം പിന്നെ അതൊന്നും വലിയൊരു ലോജിസ്റ്റിക്കലായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംഗതിയാണ്. എത്രത്തോളം ആൾക്കാർ ഡെമോക്രസീൻ്റെ ഭാഗമാകുന്നു അത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ ഒരു ഡെമോക്രസി എന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം മാറണമെങ്കിൽ ഇനി പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികൾ ഇനി തയ്യാറാക്കേണ്ടി വരും. കാരണം ഇപ്പോൾ എയർ കേരള പോലെയുള്ള പദ്ധതികളായാലും അതിലൊരു പ്രവാസികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തെ മുൻനിര സാമ്പത്തിക ശക്തികളുടെ പട്ടികയിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളുടെ ഗുണഫലം പ്രവാസികൾ കൃത്യമായി വിനിയോഗിക്കണം. എന്തായാലും ഒരു ചേഞ്ച് ഇപ്പോൾ തുടങ്ങി. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയുക, കേൾക്കാൻ സുഖമുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. കാരണം ഇനി ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ രീതിയിലുള്ള സാമ്പത്തിക പുരോഗമനവും ഇനി വന്നിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് അതൊരു വലിയൊരു എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പോൾ തന്നെ അതിനൊക്കെ പ്ലാൻ ചെയ്ത് ഇനിയിപ്പോൾ പ്രവാസി സംഘടനകളും അതിലോട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എന്തായാലും അവരെല്ലാം തന്നെ എടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഏതൊരു സംഘടന നോക്കിക്കഴിഞ്ഞാലും വളരെ ചെറിയ ഇഷ്യൂസിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മാറി ഇതൊക്കെ എങ്ങനെ ഒരു യൂണിഫൈഡ് വോയിസ് വരേണ്ട കാലം അതിക്രമിച്ചു. വിദേശത്ത് ബിസിനസ് നടത്തി കോടികളുടെ ആസ്തി കെട്ടിപ്പൊക്കൽ മാത്രമാകരുത് വ്യവസായികളുടെ ലക്ഷ്യമെന്ന് ഷംഷീർ പറയുന്നു. സ്വയം വളരുന്നതിനൊപ്പം രാജ്യത്തിന്റെ വളർച്ച കൂടി ലക്ഷ്യമാക്കി എല്ലാ വ്യവസായികളും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നതിന്റെ നല്ല ഉദാഹരണമാണ് ഡോക്ടർ ഷംഷീർ വയലിൽ. കടൽ കടന്ന് ഇങ്ങ് ഗൾഫ് നാടുകളിലേക്ക് എത്തുകയാണ് നമ്മുടെ സ്വന്തം ആയുർവേദം. സർക്കാർ സംരംഭമായ ഔഷധിയിലൂടെ ഗൾഫ് നാടുകളിലുള്ളവർക്ക് നല്ല ആയുർവേദ മരുന്ന് കിട്ടും എന്നതിനൊപ്പം തന്നെ കേരളത്തിലേക്ക് വിദേശ നാണ്യത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കാനും ഔഷധിയുടെ ഗൾഫ് പ്രവേശനം ഉപകരിക്കും. ആയുർവേദം, ധന്വന്തരി, മാരീച കശ്യപൻ, അത്രയേ പുനർവസു തുടങ്ങിയ ആചാര്യന്മാർ വാമൊഴികളിലൂടെ രചിച്ച ആയുസ്സിന്റെ വേദം. ലോകത്തിന് ഇന്ത്യ സമ്മാനിച്ച സ്വാസ്ഥ്യത്തിന്റെ തലോടൽ. ആഗോളീകരണ കാലത്ത് വിപണിയുടെ സാധ്യതകളിൽ ലോകം മുഴുവൻ ഒരൊറ്റ ബ്രാൻഡായി മാറുമ്പോഴും പാശ്ചാത്യന്റെ ഉത്പാദനപ്പുരകളിൽ പുനർജനിച്ചില്ല ആയുർവേദമെന്ന ആയുസ്സിന്റെ ശാസ്ത്രം. ആദിമകാലം തൊട്ട് ഇന്നുവരെയും ആയുർവേദം ഇന്ത്യയുടെ ഋതുവിൽ മാത്രം പൂത്തുലഞ്ഞു. യൂറോപ്പെന്നോ ആഫ്രിക്കയെന്നോ അമേരിക്കയെന്നോ വ്യത്യാസമില്ലാതെ ലോകം മുഴുവൻ ആയുർവേദത്തിന്റെ നന്മ തേടി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യൻ മണ്ണിൽ നിന്ന് ആയുർവേദം ഇപ്പോൾ കടൽ കടക്കുകയാണ് ഗൾഫ് നാടുകളിലേക്ക്. കേരള സർക്കാരിന്റെ സംരംഭമായ ഔഷധിയിലൂടെ ആദ്യഘട്ടത്തിൽ UAE വിപണിയിൽ പ്രവേശിക്കാനാണ് പദ്ധതി. ഔഷധി ചെയർമാൻ ജോണി നെല്ലൂർ ഉൾപ്പെടുന്ന സംഘം ദുബായിലെത്തി ഔഷധിയുടെ ഗൾഫ് പ്രവേശനത്തിന്റെ സാധ്യതകൾ തേടിക്കഴിഞ്ഞു. UAE വിപണിയിൽ പ്രവേശിക്കുന്നതിന് ഔഷധി ഒരു പുതിയ കമ്പനിയായി രജിസ്റ്റർ ചെയ്യണം. വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഓരോ മരുന്നിനും UAE ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കണം. കേരള സർക്കാരിൽ നിന്ന് അന്തിമ അനുമതി കിട്ടിയാൽ 6 മാസത്തിനകം ഔഷധിയുടെ മരുന്നുകൾ UAE വിപണിയിൽ പ്രവേശിക്കും. 17 സംസ്ഥാനങ്ങളിൽ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി ഗവൺമെൻറ് സപ്ലൈ കരസ്ഥമാക്കാനും ആ 17 സംസ്ഥാനങ്ങളിൽ മരുന്ന് കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും പുതിയ വിപണികൾ തുറന്നു കിട്ടേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഔഷധി. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ അതിൻ്റെ 3 ഇരട്ടി ആയിരിക്കുക ഇപ്പോൾ. ഇനിയും വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ ഷിഫ്റ്റ് കൂടി പ്രവർത്തനം ആരംഭിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2 ഷിഫ്റ്റ് ഇപ്പോൾ ഉണ്ട്. 3ാമത്തെ ഷിഫ്റ്റ് കൂടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉൽപ്പാദനം അല്പം കൂടി വർദ്ധിക്കാൻ കഴിയും. അപ്പോൾ ആ വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് മാർക്കറ്റ് കണ്ടെത്തണം. ആ മാർക്കറ്റ് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ
ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഫീൽഡ് ഓഫീസർമാരെ അയക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഗൾഫ് നാട്ടിൽ ഇതൊരു എൻട്രി കിട്ടിയാൽ അതൊരു വലിയ കാര്യം. അറബ് രാഷ്ട്രങ്ങളുടെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുണ്ട് ഔഷധിയുടെ ഗൾഫ് പ്രവേശനത്തിന്. ഗൾഫ് നാടുകളിലെ ചെറുതും വലുതുമായ ഫാർമസികളിൽ നിലവിൽ ആയുർവേദ ഔഷധങ്ങൾ ലഭ്യമാണ്. എന്നാൽ ഇവയിൽ പലതും നിയമവിരുദ്ധ രീതിയിലാണ് ഗൾഫ് നാടുകളിൽ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ നിർദ്ദേശിക്കുന്നതിൽ ഡോക്ടർമാർക്ക് പല പരിമിതികളുമുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ആയുർവേദം എന്ന പേരിൽ ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ പ്രചരിക്കുന്നു. നിയമപരമായ രീതിയിൽ ഔഷധി പ്രവാസ ലോകത്തെത്തുന്നതോടെ വ്യാജന്മാരുടെ വിപണി ഒരു പരിധിവരെ അടയ്ക്കപ്പെടും. ഗൾഫ് നാടുകളിലെ സ്വദേശികൾക്കും വിദേശികൾക്കും ചുരുങ്ങിയ ചിലവിൽ നല്ല മരുന്നുകൾ ലഭ്യമാകും. പ്രവാസി ഇന്ത്യക്കാരുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സ ലഭിക്കും. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിൽ എത്തുന്നത്. ഗൾഫ് നാടുകളിൽ ഔഷധി പ്രവർത്തനമാരംഭിക്കുന്നതോടെ ആയുർവേദത്തിന്റെ സാധ്യതകൾ തേടുന്ന അറബ് വംശജരുടെ എണ്ണം കൂടുമെന്നാണ് കരുതപ്പെടുന്നത്. ആയുർവേദ ടൂറിസം ഉൾപ്പെടെയുള്ള പാക്കേജുകൾ കൂടി ആരംഭിച്ചാൽ ഔഷധി വഴി കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നാണ്യം ഒഴുകും. ഇവിടെ ഇപ്പോൾ മറ്റ് ആയുർവേദ മരുന്നുകൾ ലഭിക്കുന്നതിനേക്കാൾ, സ്വകാര്യ കമ്പനികളുടെ ആയുർവേദ മരുന്നുകൾ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഔഷധിയുടെ മരുന്നുകളിലൂടെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ രാജ്യത്താകെ, ഇന്ത്യ രാജ്യം മുഴുവൻ പരിശോധിച്ചാലും ഔഷധിയുടെ മരുന്നുകളാണ് ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നത്. ഗൾഫ് പ്രദേശത്തു നിന്ന് മാത്രമല്ല, ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഔഷധിയിലെ ചെറിയ സൗകര്യമുള്ള 30 കിടക്കകൾ മാത്രമുള്ള ഒരു ചെറിയ ആശുപത്രി ഇപ്പോൾ ഔഷധിക്കുള്ളൂ, പഞ്ചകർമ്മ ആശുപത്രി. ധാരാളം വിദേശികൾ ഉൾപ്പെടെ ചികിത്സ തേടി വരുന്നുണ്ട്. ഞങ്ങൾക്കുള്ളൊരു ബുദ്ധിമുട്ട്, ഈ 30 കിടക്കകൾ മാത്രമുള്ള ആശുപത്രിയിൽ ഈ ചികിത്സ തേടി വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു വർഷം മുമ്പൊക്കെ പണമടച്ച് ബുക്ക് ചെയ്താണ് ആളുകൾ വരുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏറ്റവും വലിയ ഒരു മരുന്നുൽപ്പാദനം മാത്രമല്ല, ചികിത്സാരംഗത്ത് പോലും അതുപോലെ ആളുകളെ ആകർഷിക്കുന്ന, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുവാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഗൾഫ് വിപണി തുറക്കുന്നതിനോടൊപ്പം ദുബായ് കേന്ദ്രീകരിച്ച് ആയുർവേദ ഹബ്ബ് എന്ന ആശയവും ഔഷധി മുന്നോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ വർഷം ഇന്ത്യ ടൂറിസം റിയാദിൽ റോഡ് ഷോ നടത്തിയിരുന്നു. ഇത്തരത്തിൽ റോഡ് ഷോകളും സെമിനാറുകളും സംഘടിപ്പിച്ച ഔഷധിയെയും ആയുർവേദത്തെയും പ്രചരിപ്പിക്കുന്നതിന് പദ്ധതികൾ തയ്യാറാക്കി വരികയാണ്. അവിടെ നിന്ന് സാധനങ്ങൾ നിയമപരമായി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പം നിലനിൽക്കുമ്പോൾ നമുക്കിപ്പോൾ ചെയ്യാവുന്നത്, ഇവിടുത്തെ ഗവൺമെൻറ്റോ ഇവിടുത്തെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ മുൻകൈയെടുത്ത് ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചാൽ ഔഷധിക്ക് അതിൽ പങ്കാളിയാകാം. ഔഷധി പങ്കാളിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ കഴിയും. ഔഷധിയെക്കുറിച്ച് നന്നായി പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള നമ്മുടെ സെയിൽസ് മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കും. ശ്രീലങ്കയിൽ ഈ കഴിഞ്ഞ വർഷം ഒരു പല ലോക രാഷ്ട്രങ്ങളെയും പങ്കെടുപ്പിച്ചൊരു ആയുർവേദ കോൺഗ്രസ് സംഘടിപ്പിക്കുകയുണ്ടായി. 6 ദിവസം നീണ്ടു നിന്ന എക്സിബിഷനോടുകൂടി. അതിൽ ഞങ്ങൾ പങ്കെടുത്തു, ഔഷധി പങ്കെടുത്തു. ഞാൻ അവിടെ പോവുകയും ചെയ്തതാണ്. അപ്പോഴാണ് അവിടുത്തെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഡൽഹിയിൽ, ഇന്ത്യയുടെ ആസ്ഥാനമായ ഡൽഹിയിൽ എല്ലാ വർഷവും ട്രേഡ് ഫെയർ നടക്കുന്നുണ്ട്. അതിൽ ഔഷധി ഒരു സ്റ്റാളിടുകയും ധാരാളം ആളുകൾ ഔഷധിയുടെ സ്റ്റാൾ വന്ന് കണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോവുകയും ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ ആയുർവേദത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ പരമ്പരാഗത ആയുർവേദ മരുന്ന് ചെടികൾക്ക് ക്ഷാമം നേരിടുന്നു എന്നതാണ് സങ്കടകരമായ വസ്തുത. കുറുന്തോട്ടി ഉൾപ്പെടെയുള്ള മരുന്ന് ചെടികൾക്ക് പോലും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോഴേ ഔഷധി ഉൾപ്പെടെയുള്ള ആയുർവേദ മരുന്ന് നിർമ്മാതാക്കൾക്ക് പുതിയ ഊർജം കൈവരുകയുള്ളൂ. നിരവധി കലാകാരന്മാരുണ്ട് പ്രവാസ ലോകത്ത്. പരദേശ മണ്ണിലെ ജോലി തിരക്കുകളെ അതിജീവിച്ചാണ് ഇത്തരക്കാർ സർഗാത്മകതയുമായി കൂട്ടുകൂടുന്നത്. ദുബായ് റാഷിദയിലുമുണ്ട് അത്തരമൊരു കലാകാരൻ, സുൽഫിക്ക. ഒരു നല്ല പാട്ടുകാരനാണ് സുൽഫിക്ക. Special song, motivation, MC Rico.
പാട്ടിനെ പ്രണയിക്കുന്ന പ്രവാസിയാണ് സുൽഫിക്ക. ശുദ്ധ സംഗീതവും റോക്ക് മ്യൂസിക്കുമെല്ലാം സുൽഫിക്കിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. മണൽ നഗരം എന്ന തമിഴ് ചിത്രത്തിലും അതിന്റെ മലയാള മൊഴിമാറ്റമായ സാൻസിറ്റി എന്ന സിനിമയിലും പിന്നണി പാടിക്കൊണ്ട് സിനിമകളിൽ ചുവടുറപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സുൽഫിക്ക. 2 സിനിമകളിലായി 3 പാട്ടുകളാണ് സുൽഫിക്ക ഇതുവരെ പാടിയത്. മ്യൂസിക് വീഡിയോകളുടെ ലോകത്ത് നിന്ന് തികച്ചും യാദൃശ്ചികമായാണ് സുൽഫിക്ക സിനിമയിലെത്തപ്പെട്ടത്. അഭിനേതാവായി സാൻസിറ്റിയുടെ ലൊക്കേഷനിലെത്തി. സുൽഫിയിലെ പാട്ടുകാരനെ തിരിച്ചറിഞ്ഞ സംവിധായകൻ ശങ്കർ സിനിമയിലെ 2 പാട്ടുകൾ സുൽഫിക്കിനെ കൊണ്ട് പാടിച്ചു. സാൻസിറ്റി റിലീസാകും മുൻപ് തന്നെ സുൽഫി പാടിയ പാട്ട് ഹിറ്റായി. ഇതോടെ മിഷൻ എന്ന പുതിയ ചിത്രത്തിലും പാട്ട് പാടാൻ സുൽഫിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അഭിനയിക്കാനുള്ള ഒരു ചാൻസാണ് സാറിൽ നിന്ന് പ്രതീക്ഷിച്ച് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എൻ്റെ മ്യൂസിക് വീഡിയോസ് സാറ് കണ്ടു, അൺഎക്സ്പെക്റ്റഡ് സാർ അത് കണ്ടു, സാറിന് ഇഷ്ടപ്പെട്ടു, എൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സാർ തന്നെയാണ് പറഞ്ഞു, സുൽഫിക്ക് ഈ പാട്ടൊന്ന് പാടി നോക്കൂ, ശരിയാണെങ്കിൽ നമുക്ക്. അങ്ങനെ പാടി, സാറിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പടത്തിൽ ആദ്യമായി എനിക്ക് ചാൻസ് കിട്ടി. മ്യൂസിക് വീഡിയോ എന്ന് വെച്ചാൽ ഒരു ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു വർക്കാണ് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. സിനിമയിലെന്ന് വെച്ചാൽ സിനിമയിലുള്ള ഒരു ആശയത്തിൻ്റെ പുറത്ത് അവരുടേതായ ഒരു പാട്ട്, ഒരു പിന്നണി ഗായകൻ എന്നുള്ള പ്രസക്തിയാണ്. അതിലുപരി എനിക്ക് താല്പര്യം മ്യൂസിക് വീഡിയോ. സിനിമാ ഗാനങ്ങളെക്കാൾ സുൽഫിക്ക് താല്പര്യം മ്യൂസിക് വീഡിയോകളോടാണ്. മർഹബൻ UAE, ഫ്രീഡം എറ, ഹബീബി തുടങ്ങിയ നിരവധി ഹിറ്റ് മ്യൂസിക് വീഡിയോകളുടെ സംവിധായകനാണ് സുൽഫിക്ക. രണ്ടു വർഷം മുൻപ് UAE ദേശീയ ദിനത്തിന് പുറത്തിറക്കിയ മർഹബൻ UAE എന്ന മ്യൂസിക് വീഡിയോ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ജീവിതം നൽകുന്ന UAE എന്ന കൊച്ചു രാജ്യത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കാനാണ് എല്ലാ എമിറേറ്റുകളിലൂടെയും സഞ്ചരിച്ച് മർഹബൻ UAE പുറത്തിറക്കിയത്. UAEയുടെ അടുത്ത ദേശീയ ദിനത്തിന് ദുബായ് ഡേയ്സ് എന്ന പേരിൽ പുതിയ സംഗീത ശില്പം അണിയിച്ചൊരുക്കാനുള്ള ഒരുക്കത്തിലാണ് സുൽഫിക്ക. जैसे कहे कोई है प्यार छुपा के तुझको हो इमारत है पिछयल इमारत मैं तुझसे जुदा हो जाऊं जिस्मों से जान जैसे मैं सच कहता हूँ दिल में बसा के जैसे कहे कोई है प्यार छुपा के up UAE ho इमारत up UAE ho इमारत. UAEയുടെ നാഷണൽ ഡേക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ആദ്യത്തെ മ്യൂസിക് വീഡിയോ ഞാൻ ചെയ്തത്. അതായത് UAEയിൽ ഇത്രയും നാളും ജോലി ചെയ്തിട്ടാണ് എനിക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത് ഇവിടെ. ഓക്കെ, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ദുബായിലേക്ക് വന്ന്, അബുദാബിയിലേക്ക് വന്ന്, അത് കഴിഞ്ഞ് ദുബായിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ UAEയോടുള്ള നന്ദിയും കടപ്പാടും പ്രകാശിപ്പിക്കാനായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു, യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്. വരുന്ന നാഷണൽ ഡേക്ക് എൻ്റെ ഫ്രണ്ട് റെനിൽ ഗൗതമായിട്ട്, മ്യൂസിക് ഡയറക്ടറാണ് പുള്ളിയായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ദുബായ് ഡേയ്സ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് വീഡിയോ ലോഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഏകദേശം ഹാഫ് ഓഫ് ദ വർക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞു. അത് ഡിസംബറിന് മുമ്പ് തന്നെ ലോഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 16 വർഷത്തെ പ്രവാസ ജീവിതമാണ് തന്നെ ഒരു കലാകാരനാക്കിയതെന്ന് സുൽഫിക്ക വിശ്വസിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് ജോലി തിരക്കുകൾക്കിടയിൽ എല്ലാ ദിവസവും സംഗീതത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നു. ഡേയും നൈറ്റുമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറാണ്. ഞാൻ
ട്രാഫിക് സേഫ്റ്റി മാനേജറാണ് ഇപ്പം എൻ്റെ ഇപ്പോഴുള്ള കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഡേ നൈറ്റും വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടും അപ്പോഴെല്ലാം ഞാൻ റെനീലുമായിട്ട് കോൺടാക്ട് ചെയ്യും. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, രാജേഷ് കുമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. പുള്ളിക്ക് ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, പുള്ളിയാണ് അതിൻ്റെ ഓണർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം സ്റ്റുഡിയോയിൽ ഏത് സമയത്തും പോയി എനിക്ക് എൻ്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാനും എൻ്റെ കഴിവിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയത്. നാട്ടിലാണെങ്കിൽ ജോലിയും എൻ്റെ മ്യൂസിക്കുമായിട്ട് കണക്ടിവിറ്റി ഇത്ര പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ആയതുകൊണ്ടാണ് ഇത്ര സൗകര്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത്. إني أشكر ربي بمولودي في الإمارات إني فرحان بمولودي في الإمارات أنا دمي إماراتي عيش يا بلادي وعايش فرحتي أجمل الأيام أنت وطني